ഷെഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ചേച്ചി ദുബായിൽ ഉള്ള സമയത്തും അതുപോലെ കിച്ചുവിൻ്റെ വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബാഗായിട്ടും തിരിച്ചു വരുമ്പോഴത്തേക്കും 3-4 ബാഗുകളായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ബാഗ് ചെക്ക് ചെയ്യണം, എയർപോർട്ടിൽ ഉദ്യോഗസ്ഥർ ബാഗ് എന്തായാലും ഉറപ്പായിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ അത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, സ്മഗ്ലിംഗ് ഉണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിയാണ് അതിനെ ചേച്ചി എന്താണ്? ഒന്നാമതായിട്ട് ഞാൻ ഇത്ര വലിയ സെലിബ്രിറ്റി ആയോ? അങ്ങനെ വലിയ വലിയ സെലിബ്രിറ്റികൾക്കല്ല ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരെ സ്മഗ്ലിംഗ് ആണോ സ്വർണ്ണക്കടത്താണോ? എന്തായാലും അങ്ങനത്തെ ഇന്ന് ഈ നിമിഷം വരെ ഇപ്പോൾ 5-8 പ്രാവശ്യമായിട്ട് ഞാൻ ദുബായിൽ പോയി വരുന്നുണ്ട്. ദുബായിൽ തന്നെയല്ല, പല ഐലൻഡ്സ് അവിടെ UAE തന്നെ പല സ്ഥലത്തും ഞാൻ പോയിട്ട് വരുന്നുണ്ട്. ബഹ്റൈനിൽ പോകുന്നുണ്ട്. ഇന്നീ നിമിഷം വരെ അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കള്ളക്കടത്തിലൂടെ ഒരു രൂപ എനിക്ക് സമ്പാദിക്കേണ്ട. നമ്മൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ നേരെ ചൊവ്വ മെറ്റയിൽ നിന്നല്ല അവരവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും കിട്ടുന്നത് അല്ലേ, അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. അപ്പം ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേഷ്യം കയറിപ്പം പറഞ്ഞു അവൻ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിലിടുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വേറെ ഫോണിൽ എടുത്തിട്ടും അവർ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പലരും ക്രിയേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് പ്രതികരിക്കുന്നത്? അവരോട് പ്രതികരിക്കാനുള്ള ഒരുപാട് സന്തോഷം. കാരണം നല്ല പ്രമോഷനാണ്. 3000 എടുത്ത സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഇനി എനിക്കൊന്ന് 2-3 ദിവസം കൂടെ ആകുമ്പോൾ 3000 സബ്സ്ക്രിപ്ഷൻ ആവും. നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല നല്ല പ്രമോഷൻസ് ആണ് തരുന്നത്. ഒരുപാട് സന്തോഷം. നിങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണു സുധി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇവരുടെ അടുത്ത് ദേഷ്യമാണ്. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. കാരണം വെച്ചാൽ അവർ കഴിക്കട്ടെ, അവരെന്നെ വെച്ചിട്ട് ആഹാരം കഴിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വാങ്ങിച്ചു കൊടുക്കട്ടെ. രേണു സുധി എന്നുള്ളൊരു കണ്ടന്റ് വിറ്റിട്ട് അവർ വാങ്ങിക്കുന്ന ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ എന്നേ ഞാൻ പറയുന്നു. കാരണം ഇപ്പം ഷഫീന ബീവി തന്നെ ഞാനിപ്പം ആദ്യമൊക്കെ അവരുടെ ദേഷ്യം, എനിക്കിപ്പോൾ ദേഷ്യമില്ല. കാരണം അവർക്ക് 2 കാലും വയ്യാത്തൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്നെ വിട്ടിട്ട് ജീവിക്കട്ടെ എന്നേ. ഒരു വികലാംഗിയായിട്ടുള്ള സ്ത്രീയല്ലേ, അവർ ജീവിക്കട്ടെ എന്നെ വിട്ടിട്ട്. അല്ലത് ഇപ്പം ഞാനെന്ത് പറയണേ, എന്നെ പറയുന്നതിന്. പക്ഷെ മറ്റേ എൻ്റെ വീട്ടുകാരെയൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. അതെനിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ മക്കളെയും വീട്ടുകാരെയൊക്കെ പറയുന്നത്. ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു 3 ക്രിയേറ്റീവ്സ് ഒരു കാറിൽ ഇരുന്നിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ അത് പറയുന്നുണ്ട് രേണു നോർമലി ഇട്ട് റീലിന്റെ അകത്ത് ഷോള് താന്നിട്ട് ഇല്ല ഡ്രസ്സ് കേറ്റിട്ടു. സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ഇറക്കിയിട്ടാണ് ഇടുന്നത്. ഡെമോ ചെയ്ത അപ്പം അത് റീച്ചിന് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. അത് എന്തുവാകട്ടെ. ഇപ്പം ഞാൻ മുട്ടായി തിന്നുന്ന ഒരു കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇവന്മാർ തന്നെ എടുത്ത് പുറത്ത് ഞാൻ മുട്ടായി തിന്നുമല്ലേ, അതിനകത്ത് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് എക്സ്ക്ലൂസീവ് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കാൻ തന്നെ ഞാനത് കൊടുക്കും. ഇതിപ്പം എന്നാ പറയുക, ഇവർ ഈ പറയുന്ന പോലെ എനിക്കിപ്പം ഷോള് അങ്ങനെ ഇട്ടിട്ട് സംസാരിക്കണം തോന്നി ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കിപ്പം പബ്ലിക്കായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് തോന്നിക്കൊണ്ട് ഞാൻ ഷോള് കയറ്റിയിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ റീൽ ചെയ്തു. അതിനുള്ള ഉത്തരം അതാണ്. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, പേഴ്സണൽ മാറ്ററല്ലേ. അതൊക്കെ എന്തിനാണ് ഇവരൊരു സത്യം പറഞ്ഞാൽ രേണുസുധി എന്നുള്ളൊരു ചർച്ചാവിഷയമാണ്. എനിക്ക് തോന്നുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു ഇത് കണ്ട പോലെ ഒരു എക്കോസിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു രേണുസുധി കണ്ടന്റ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇത് തന്നെ. അവരെന്നെ വെച്ചൊരു പൈസ ഉണ്ടാക്കുന്നു, ഞാനതുപോലെ റീച്ച് ആകുന്നു, എനിക്ക് വർക്ക് കിട്ടുന്നു, എനിക്ക് പിന്നെ അവരെന്നെ വിട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു എക്കോസിസ്റ്റമായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു ഈ രേണുസുധി എന്നുള്ള ഒരു സാധനം അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിനോ എന്തിനോ കാര്യത്തിൽ വയനാട് പോയ ടൈമിൽ ഒരു ചെരുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചെരുപ്പ് 35,000 രൂപയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറെ പേര് ട്രോളിട്ട് പറഞ്ഞു ഇത് 35,000 500 രൂപയാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അത് 35,000 രൂപയുടെ ചെരുപ്പാണോ? ഒരു മിനിറ്റ് പറഞ്ഞോ, കാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പറ. ശരിക്കും അത് 35,000 ചെരുപ്പാണോന്നോ? സത്യം പറഞ്ഞത് എത്ര രൂപയുടെ ചെരുപ്പാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. 35 എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഞാനല്ല അത് മേടിച്ചവർ പറഞ്ഞാൽ ഇത്ര കോസ്റ്റ്ലി ചെരുപ്പാണെന്നാണ് പറഞ്ഞത്. സോ എൻ്റെ 35,000 എന്നങ്ങ് പറഞ്ഞു. എന്തൊക്കെ ആൾക്കാരൊക്കെ എന്തൊക്കെ പറയുന്നടേ, 5 രൂപയുടെ മറ്റേ ഡ്രസ്സ് 250 ഡ്രസ്സ് മേടിച്ചിട്ട് 5,000 ഡ്രസ്സാന്ന് പറയുന്നില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ പാമ്പ് കയറി കടിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ബ്ലൂടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമില് രേണുസുധി എന്നുള്ള പേര് മാറിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ID കാർഡ് കാണിച്ചേടി.